ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുത്ത ആഴ്ചയിലെ ഫുൾ പ്രമോ വിശേഷമായിട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രമോ, നമുക്ക് ഇന്ന് എപ്പിസോഡില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രമോ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ജനറൽ പ്രമോ ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും. നമ്മുടെ കനകദുർഗ അങ്ങോട്ട് പൊളിച്ചടുക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പൊ കനകദുർഗേനെ നയനയും ദേവയാനിയും കൂടെ പറ്റിക്കുകയാണ്. എന്നാ പിന്നെ നമ്മുടെ ദേവയാനിക്കും നയനക്കിട്ടും തിരിച്ചൊരു പണി കനകദുർഗ കൊടുക്കണ്ടേ? കനകദുർഗ ഒരു പണിയല്ല, ഒരു ഒന്നൊന്നര നല്ല കിടുക്കാച്ചി പണിയാണ് കൊടുക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നവ്യയുടെ ആ ഒരു 7ാം മാസ ചടങ്ങ് നടക്കുകയാണ്. 7ാം മാസ ചടങ്ങിൽ വലിയ എന്താ പറയാ, നമ്മുടെ നവ്യക്ക് വലിയ സന്തോഷമൊന്നുമില്ല ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് നയനയോട് പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ഈ 7ാം മാസ ചടങ്ങിൽ വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുവോ, എൻ്റെ കുഞ്ഞിന് അച്ഛനുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയന ഒരു വാക്ക് കൊടുക്കുകയാണ്. ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ. ചേച്ചി പ്രസവം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും അഭിയുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറിയിരിക്കും. അഭിയുടെ സ്വഭാവം മാറ്റിയെടുത്തിരിക്കും. അത് ഞാന് ചേച്ചിക്ക് തരുന്ന വാക്കാ. അതുകൊണ്ട് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിട്ട് തന്നെ ചേച്ചി നിൽക്കണം. സന്തോഷമായിട്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ ചേച്ചി പെരുമാറണം. അഭിയുടെ ഈ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകുകയെന്ന് ചേച്ചി കരുതിച്ചോ, ഉറപ്പിച്ചോ? ഈ നയന പറയുന്ന വാക്കല്ലേ, വെറും വാക്ക് ഈ നയന പറയാറ് ഇല്ലല്ലോ. അത് എൻ്റെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. ഈ നയന പറഞ്ഞത് തന്നെയാ. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അനാമികയ്ക്കും വേണുവിനും അതുപോലെ രേവതിക്കും ഭയങ്കര സംശയമാണ്. വേറെ ഒന്നിനുമല്ല സംശയം, ദേവയാനിയും നയനയും ഒന്നിച്ചോ എന്നൊരു സംശയമുണ്ട്. അപ്പം അത് സംശയം മാത്രമല്ല, അവര് ഏകദേശം ഉറപ്പിക്കുകയും കൂടെ ചെയ്യുന്ന കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടായിരുന്നുവല്ലോ, ഇന്നല്ല നമ്മൾ ഇന്നലെ കണ്ടായിരുന്നുവല്ലോ, അവര് നമ്മുടെ നയന അവിടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴേക്കും അവിടെ വെച്ച് നയനയെ കണ്ടതും അതുപോലെ തന്നെ നയന തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി നയനയുടെ കൂടെ ഉള്ളത് വേണു കാണുവാണ്. അങ്ങനെ വേണു അത് കാണുമ്പോൾ വേണുവിന് വല്ലാത്തൊരു സംശയം തോന്നുന്നു. അത് നമ്മുടെ നയനയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴല്ല കേട്ടോ, വേറെ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ വേണു കാണുന്നത്, നമ്മുടെ നയനയും ദേവയാനിയും ഒരുമിച്ച് കാണുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേണുവിന് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. വേണു വിളിച്ച് ചോദിക്കുന്നുണ്ട് അനാമികയോട്, അവളിപ്പോൾ അവിടെ ഉണ്ടോ അതോ അവളിപ്പം പുറത്ത് പോയേക്കുവാണോ എന്ന്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛ ഇവിടെ ഇപ്പം അവളില്ല, അവള് ഓഫീസിലേക്ക് ഇപ്പം എന്നും പോകാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അവൾ ഓഫീസിലൊന്നും പോയിട്ടില്ല. അവിടെ ദേവയാനി ചേച്ചി ഉണ്ടോ, നിന്റെ വല്യമ്മ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ വല്യമ്മ കുറച്ചു നേരം മുമ്പ് എങ്ങോട്ടോ പോവാന്ന് പറഞ്ഞു പോയി. എങ്കിൽ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്, രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അല്ല അച്ഛൻ എന്നാ പിന്നെ ഒരു വീഡിയോ വല്ലതും എടുക്കത്തില്ലായിരുന്നോ? ഒരു മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് പോയില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിലും അച്ഛന് മന്ദബുദ്ധിത്തരമല്ലേ കാണിക്കത്തുള്ളൂ. അവരാണെങ്കിൽ ഇപ്പം അച്ഛൻ എന്തെങ്കിലും ദുഷ്ടത്തരം ചെയ്യുവാണെങ്കിൽ അവർ വീഡിയോ എടുത്ത് വെച്ച് ഇപ്പം പ്രചരിപ്പിച്ചേനെ. അച്ഛൻ ആ ഒരു ബുദ്ധിയൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ചിലപ്പം പിന്നെ വഴിക്ക് വല്ലതും വെച്ച് കണ്ടപ്പം മിണ്ടിയതായിരിക്കും. ചിലപ്പോൾ ആദർശമായിട്ട് അവിടെ എവിടെയെങ്കിലും കാണുമായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും അവളോട് പോയി മിണ്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലും നമ്മുടെ വേണുവിന് വല്ലാത്തൊരു സംശയം മനസ്സിൽ കയറുകയാണ് കേട്ടോ. ഈ സമയത്താണ് 7ാം മാസത്തിലെ ചടങ്ങ് നടക്കുന്നത്. അപ്പൊ 7ാം മാസത്തിലെ ചടങ്ങിന് വേണ്ടി നമ്മുടെ നവ്യ അണിഞ്ഞൊരുങ്ങി നിറവയറോട് കൂടി ഇറങ്ങി വരികയാണ്. അപ്പൊ അഭി കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അഭി ചില കളികളൊക്കെ കളിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അഭിക്ക് വല്ലാത്ത പേടിയാണ്, മറ്റേ പെണ്ണും കൊച്ചും തലയിൽ കയറുമോ എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നവ്യനെ കൂട്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ നവ്യയെ കുറച്ച് സ്നേഹിക്കുകയാണ്, കള്ളത്തരത്തില് നവ്യനെ കുറച്ച് സ്നേഹിക്കുകയാണ് കേട്ടോ. ഈ ഒരു 7ാം മാസ ചടങ്ങിലും നവ്യനെ സ്നേഹിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചടങ്ങ് നടക്കണമെന്നും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്നും ഒക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പൊ ഇത് ജലജ കേൾക്കുമ്പോഴത്തേക്കും ജലജയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിയാവും, ഇതെന്താ ഇവനിങ്ങനെ മാറിപ്പോയത് എന്ന്. പക്ഷേ ജലജയോട് പറയാനും പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് അഭിക്കുള്ളത്. അങ്ങനെ അഭി പറയുന്നുണ്ട്, നീ 7ാം മാസത്തിലെ ചടങ്ങിന് വീട്ടിൽ പോയി നിന്നാലും നീ പേടിക്കുകയൊന്നും വേണ്ട, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അല്ല നീ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, 7ാം മാസത്തിലെ ചടങ്ങിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് നീ തിരിച്ച് പോരേ എന്ന് സഹിതം പറയും. അപ്പൊ കാരണമുണ്ട്, ആ പെണ്ണങ്ങാണോ ഇടയ്ക്ക് വരുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവൂലോ.
അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അഭി അങ്ങനെയൊക്കെ പറയുന്നത്. ഏതായാലും ഇത് നവ്യക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നവ്യ ആ ഒരു 7-ാം മാസ ചടങ്ങില് വളരെയധികം സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പം അനാമികയ്ക്ക് ദേഷ്യം വരണം. അപ്പൊ അനാമിക പോയി ജലജയോട് പറയുന്നുണ്ട്, എന്താ അപ്പച്ചി പറ്റിയത്? അപ്പച്ചിയുടെ മോന് വീണ്ടും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം എനിക്കറിയില്ല എൻ്റെ മോളെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇനിയിപ്പോ എന്തെങ്കിലും വശീകരണപ്പൊടി വല്ലോ അവന് കൊണ്ട് കൊടുത്തോന്നറിയത്തില്ലല്ലോ. അവൾമാർ ആ സൈസ് സാധനങ്ങളാ, ചിലപ്പോൾ കൊടുത്തു കാണുമായിരിക്കും. അവനിൽ എന്തൊക്കെയോ മാറ്റമുണ്ട് അഭിയില് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ്. അപ്പൊ ജാനകി പറഞ്ഞു, എങ്ങനെ മാറാതിരിക്കും, മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരെണ്ണമാണല്ലോ നയന. അവൾ എന്തെങ്കിലും കൂടോത്രം ചെയ്ത് കാണും ജലജെ. എങ്കിൽ നിന്റെ മകന്റെ കാര്യം പോക്കാന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഇനിയിപ്പം ദേ അട്ട ഒട്ടിയിരിക്കുന്നത് പോലെ തന്നെ അവളോട് നവ്യോട് ചേർന്ന് അവൻ ഒട്ടിയിരിക്കും. അവള് പോകുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമല്ലേ ഉള്ളത്. ഇനിയിപ്പം അവളെ തിരിച്ചു കൊണ്ടുവരുന്നത് ചിലപ്പം ജലജ നിന്റെ മകൻ തന്നെ ആയിരിക്കും. ഉടനെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ട് വരും, നിന്റെ മകൻ തന്നെ കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ജലജയ്ക്ക് പേടിയാവുകയാണ്. ജലജ പതുക്കെ അഭിനെ മാറ്റി നിർത്തിട്ട്, നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിട്ടോണം, അവളിവിടെ പിടിച്ചു നിർത്തിയേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി, ഞാൻ ഒന്ന് കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് അഭി ജലജയോട് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് 7-ാം മാസ ചടങ്ങിന് വേണ്ടി നമ്മുടെ കനകദുർഗയൊക്കെ വരികയാണ്. കനകദുർഗയും ജയനും വരുന്നുണ്ട് 7-ാം മാസ ചടങ്ങിന്. നമ്മുടെ നന്ദു കൂടെ ഇല്ല കേട്ടോ. നന്ദു കൂടെ ഇല്ലാത്തത് നന്ദുവിന് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് നന്ദു കൂടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ ചിക്കൻ ബോക്സ് ഉള്ളൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ചടങ്ങ് വെക്കാൻ പാടുണ്ടോ എന്നൊക്കെ. ഏതെങ്കിലും കഥയിൽ ചോദ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഥയല്ലേ അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ അവര് ആ ഒരു 7-ാം മാസ ചടങ്ങിന് വരികയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ കനകദുർഗ ഒരു വരവ് വരുന്നുണ്ട്. അപ്പം കനകദുർഗ ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, ഈ കനകദുർഗ ആരാന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ അനന്തപുരിയിലെ ദേവയാനി. ഈ കനകദുർഗയോടാണ് കളി. എൻ്റെ മോളും എന്നെ വട്ടം ചുറ്റിക്കാൻ നോക്കുന്നുണ്ട് കുറെ. എല്ലാത്തിനിട്ടും ഞാൻ നല്ല പുന്നാര പണിയാ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോ, എന്താ കനക നീ എന്ത് പ്ലാനാ ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നത്? എന്ത് പ്ലാനാന്നേ, കണ്ടോ, എല്ലാം ഞാൻ തരിപ്പണമാക്കി കൈ കൊടുക്കും. അമ്മായിയമ്മയ്ക്ക് മരുമകളെ ഇപ്പൊ കുറച്ച് നേരം പോലും കാണാൻ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരവസ്ഥയിലാണല്ലോ അമ്മായിയമ്മയും മരുമകളും ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ നയനയെ കാണാതെ ദേവയാനി ചേച്ചി ഉറങ്ങില്ല. അതുപോലെ തന്നെയാണ് നയനയും. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ടേ നമുക്ക്? നമ്മളെ വട്ടം ചുറ്റിക്കുമ്പം തിരിച്ചു വട്ടം ചുറ്റിക്കണ്ടേ? വേണോ കനകെ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മുടെ മോളല്ലേ. നമ്മുടെ മോളാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഗോവിന്ദേട്ടനൊന്നും മിണ്ടാതെ കൂടെ നിന്ന് അങ്ങോട്ട് തന്നാ മതി എന്ന് പറയാം. അങ്ങനെ 7-ാം മാസത്തിലെ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. വളയിടുന്നു, അതുപോലെ ഇങ്ങനെ കവിളിൽ എന്തോ മഞ്ഞളൊക്കെ തേക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജലജയെ കൊണ്ട്, ജലജയ്ക്ക് എന്തൊക്കെയോ അവരുടെ ഒരു ആചാരങ്ങളിൽ അമ്മായിയമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മായിയമ്മേനെ തന്നെ കൊണ്ട് നമ്മുടെ വസുന്ധര ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ നടക്കുന്നു. പിന്നെ മുത്തശ്ശന്റെ ഒരു കുറവുണ്ട്. ഇപ്പൊ മുത്തശ്ശൻ ഇവിടെ ഇല്ലല്ലോ, തീർത്ഥാടനത്തിനോ എന്തോ സംഭവത്തിനൊക്കെ പോയേക്കാന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മുത്തശ്ശൻ ഇപ്പം ഹണിമൂണിലാന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മുത്തശ്ശനെ കാണാത്തത്. ഏതായാലും മുത്തശ്ശൻ ഇപ്പൊ ഇല്ല, മുത്തശ്ശൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നവ്യ നയന മേടിച്ചു കൊടുത്ത സാരി തന്നെയൊക്കെ ഉടുത്തോണ്ടാണ് വരുന്നത്. അതും അഭിയുടെ കൈ പിടിച്ച് രണ്ടുപേരും നല്ലപോലെ ചിരിച്ച് നല്ല പ്രസാദമുള്ള മുഖത്തോടു കൂടി വരികയാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ അവസാനിച്ചതിന് ശേഷം നവ്യേനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും ആണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ കനകദുർഗ പറയാണ്, എന്താ പിന്നെ 2 ദിവസം എൻ്റെ മോളും എൻ്റെ കൂടെ ഇങ്ങ് പോരട്ടെ, കുഴപ്പമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ മോളെ പുച്ഛ, ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ മോളെ പുച്ഛ. എൻ്റെ മോൾ ഇവിടെ നിൽക്കുന്നത് ആർക്കൊട്ട് താല്പര്യം ഇല്ലതാനും. പിന്നെ എന്തിനാ എൻ്റെ മോളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ വീട്ടില്? അതിന്റെ കാര്യമുണ്ടോ? ദേവയാനി ചേച്ചിക്കാണ് എൻ്റെ മോളെ കണ്ണിന് കണ്ടുകൂടാന്ന് പറഞ്ഞപ്പം, നിന്റെ മോളെ കൊണ്ടുപോയില്ല, എനിക്കെന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മോനല്ലേ കുഴപ്പം. അതെ, ആദർശിന് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കൊണ്ടുപോകാമല്ലോ. ആദർശിന്റെ ഭാര്യനെ ഞാൻ കൊണ്ടുപോകട്ടെ എന്നിങ്ങനെ ആദർശിനോട് ചോദിച്ചപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അത് പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് നിർത്തിക്കോന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവയാനിയുടെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ വരുന്നില്ലമ്മേ എന്ന് പറഞ്ഞപ്പോ, ഓഹോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. അതെ, എൻ്റെ മോൾ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി. ഇവിടെ ആർക്കും എൻ്റെ മോളെ കണ്ണിന് കണ്ടുകൂടല്ലോ. ഇവിടെ എല്ലാവരും എൻ്റെ മോളെ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ഓഫീസിലേക്കൊക്കെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് കുറച്ച് ദിവസം എൻ്റെ മോളെ എൻ്റെ കൂടെ വന്ന് നിന്നോട്ടെ, അല്ലെങ്കിലും എനിക്ക് എൻ്റെ മോളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ തോന്നുക എന്നൊക്കെ പറയുക.
ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനി നയനയും പെട്ടുപോവാട്ടോ, പെട്ടുപോകുന്നൊരവസ്ഥ. അപ്പോഴേക്കും ദേവയാനി വീണ്ടും എടുത്ത് പറയാ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. അതെ, ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തൻ എന്ത് ചെയ്യും? എന്റെ മോനെ, അവന് അസുഖമുള്ളതെന്ന് അറിയത്തില്ലേ കനക നിനക്ക്? അതുകൊണ്ട് പറഞ്ഞാൽ പറ്റത്തില്ല. അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അവനവളെ കാണാതിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ദേവയാനി ചേച്ചി, ദേവയാനി ചേച്ചിയുടെ മോനും എന്റെ കൂടെ പോന്നോട്ടെ. ഓ, അതങ്ങ് കയ്യിലിരുന്നാ മതി. ഒരിക്കലും എന്റെ മോനെ ഞാൻ അച്ഛൻ വീട്ടിലേക്ക് വിടത്തില്ല. എങ്കിൽ പിന്നെ ആദർശെ ഇപ്പൊ വീഡിയോ കോള് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, ഓഫീസിൽ നിന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഇറങ്ങാലോ മോളെ കാണാന്. ആദർശ മോന് കുഴപ്പമില്ലല്ലോ. പിന്നെന്താ ദേവയാനി ചേച്ചിക്ക് ഇത്ര കുഴപ്പം? അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും എന്താ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയുടെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തോണ്ട് നവ്യയുടെ കൂടെ തന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ നമ്മുടെ കനക. വല്ലാത്തൊരവസ്ഥ. ഉണ്ണാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? കിടക്കാൻ പറ്റുന്നുണ്ടോ? നിൽക്കാൻ പറ്റുന്നുണ്ടോ? ചൊവ്വേ നേരം നടക്കാൻ പോലും പറ്റുന്നില്ല ദേവയാനിക്ക്. അവളെ വിളിക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ദേവയാനി വിളിക്കുകയാണ് നയനെ. അപ്പം ഇതൊക്കെ ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കണ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നന്ദാവനത്തിൽ വെച്ചാണ്, നന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി നയനയെ. അപ്പൊ അവിടെ ചെന്നിട്ട് ഒളിഞ്ഞു മാറിയൊക്കെ നിന്ന് വിളിക്കുകയാണ് നമ്മുടെ നയന. അപ്പൊ ഇതൊക്കെ നമ്മുടെ കനക കാണുന്നുണ്ട്, എന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കുന്നു. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ നയന പറയാണ്, ഒരു കാര്യം ചെയ്യുക, അമ്മ രണ്ടും കൽപ്പിച്ച് അമ്മയോട് വിളിച്ച് എന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോഴത്തേക്കും, മോളെ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല മോളെ. ആദർശന് അവന് പ്രശ്നമില്ല, അവൻ അവിടെ വന്ന് കാണാം. എനിക്കെങ്ങനെ കാണാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാ അവിടെ വന്ന് കാണുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയേ പറ്റൂ. മോൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നിങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അമ്മേനെ ഒന്ന് വിളിച്ച് ചോദിക്കേ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ സഹി കെട്ടിട്ട് നമ്മുടെ ദേവയാനി നേരെ കനകേനെ വിളിക്കാൻ കേട്ടോ. കനക ഫോൺ വിളിക്കുമ്പോഴത്തേക്കും, പിന്നെ എന്റെ മോളെ അങ്ങോട്ടേക്ക് എന്തിനു പറഞ്ഞു വിടുന്നത്? നിങ്ങളുടെ മകന് സമാധാനം ഇല്ലെങ്കിൽ എന്റെ മോളെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എന്റെ മോള് ആരുടെയും കാല് പിടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്റെ മോക്ക് അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അനന്തപുരി തറവാട്ടുകാർ കൊടുത്താണെങ്കിലും അവളുടെ കഴിവിനനുസരിച്ച് അവൾ നല്ല രീതിയിൽ തന്നെ മൂർത്തീസ് ജോലിയിൽ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അത് അവളുടെ കഴിവ്, അത് അവളുടെ മിടുക്ക്. അവൾ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ആദർശ് മോൻ കാണുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഇത്ര കുഴപ്പം? എന്റെ പൊന്ന് ദേവയാനി ചേച്ചി വെച്ചിട്ടൊന്ന് പോകുന്നുണ്ടോ എന്ന് എപ്പം പറഞ്ഞു കട്ട് ചെയ്യാണ് കേട്ടോ. വീണ്ടും നമ്മുടെ ദേവയാനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ വസന്തരോട് പോയി പറയാണ്, അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യ്, നയനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അതെ, ഒരു സംഭവം ഉണ്ടായി. രാത്രി ഞാൻ ആദർശ് മോന്റെ റൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ആദർശ് മോൻ ഉറങ്ങുന്നില്ല. അവനെ ഉറങ്ങാതെ ഒരേ കണക്കിന് കിടക്കുക. പാവം, അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട്. അതെ, ഉറക്കമില്ലാതെ കിടന്നിട്ടുണ്ട് ചെറുക്കന് പല അസുഖങ്ങൾ വരില്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യുക എനിക്കറിയില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, നീ തന്നെ പോയി നിന്റെ മരുമോളെ പോയി വിളിച്ചോണ്ട് വാ. അത് പിന്നെ ഞാൻ എങ്ങനെയാ അമ്മേ പോകുന്നത്? ഒരു കാര്യം ചെയ്യ, ആ അമ്മ വിളിച്ച് കനകയില്ലേ, കനകയോട് പറ എത്രയും പെട്ടെന്ന് മോളെ ഇങ്ങോട്ടേക്ക് അയക്കാനേ. മോളെയോ? അല്ല, നയനെ ഇങ്ങോട്ടേക്ക് അയക്കാനേ. അല്ലെങ്കിലേ അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ വസന്തരയ്ക്കും ചെറിയ സംശയമൊക്കെ തോന്നുന്നു. വസന്തര ചോദിക്കുക, അതേ ദേവയാനി, നിനക്കാണോ നിന്റെ മോനാണോ നയനെ കാണാതിരിക്കാൻ പറ്റാത്തത്? നയനെ അവൻ ഡെയിലി കാണുന്നുണ്ടല്ലോ ഓഫീസിൽ വെച്ച്. പിന്നെ ആർക്കാ ഇവിടെ നയനെ കാണാതിരിക്കാൻ പറ്റാത്തത്? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല, എനിക്ക് കാണാതിരിക്കാനൊക്കെ പറ്റും. അതുമല്ല, നാട്ടുകാരെന്തൊക്കെ പറയും? കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കേണ്ട പെണ്ണ് അവിടെ പോയി താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നൊക്കെ കേൾക്കണ്ടേ? നാട്ടുകാരൊക്കെ പറയുന്നെങ്കിൽ നമുക്ക് കണ്ണടച്ച് കളയാന്നേ. എന്താ അമ്മ ഈ പറയുന്നത്? അതാർക്കാ? മുത്തച്ഛന് തന്നെ, അച്ഛന് തന്നെയല്ലേ ദോഷം? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അല്ലെങ്കിലും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ഭയങ്കര സങ്കടമാകും. അതുകൊണ്ട് അവളെ പോയി എങ്ങനെയും കൂട്ടിക്കൊണ്ട് വരണം. ഇനിയിപ്പം അമ്മയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മടിയാണെങ്കിലേ ഞാൻ തന്നെ അങ്ങ് പോകാൻ പോവാ. എനിക്ക് ഈ നാണക്കേടൊന്നും സഹിക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ കാണുമ്പോ മൂക്കത്ത് കൈവെക്കില്ലേ? അവൾ അവിടെ പോയി നിൽക്കുക. നയനയും ആദർശം തമ്മിൽ പിണക്കമാണോ? എന്തൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ? അതൊന്നും കേൾക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പൊക്കോളാം അവളെ വിളിക്കാന് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയാണ് കേട്ടോ. ഏതായാലും കനകദുർഗയുടെ മുമ്പില് മുട്ടുകുത്തേണ്ടി വരുമോ ഈ പറയുന്ന നമ്മുടെ ദേവയാനിക്കും നയനയ്ക്കും ഒക്കെ? ഇതിൽ മുട്ടുകുത്തേണ്ടി തന്നെ വരും. നമ്മുടെ കനകദുർഗ മുട്ടും കുത്തിക്കും. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. നമ്മുടെ
ഓട്ടത്തൊട്ടയിൽ വെള്ളം കോരിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഈ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിക്കുക എന്നാണ്, ഓട്ടത്തൊട്ടയിൽ വെള്ളം കോരിക്കുക എന്നാണ്? എനിക്കൊരു ആ ഒരു പഴഞ്ചൊല്ലിനൊരു വല്ലാത്തൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ചിലവർ പറയും ഓട്ടത്തൊട്ടയിൽ, ചിലവർ പറയും വട്ടക്കൊട്ടയിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞേക്കണേ. കാരണം ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചിലർ പറഞ്ഞു അത് ഓട്ടക്കൊട്ടയാണ്. അപ്പോൾ ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരുമ്പോഴാണല്ലോ വെള്ളം പോകുന്നത്. അപ്പോൾ ചിലർ പറയുന്നു വട്ടക്കൊട്ടയിൽ. ഇപ്പൊ ഈ വട്ടക്കൊട്ട എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും നമ്മുടെ ദേവയാനിയെയും ഇനിയിപ്പം ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. ദേവയാനിനെയും അതുപോലെ നയനയും അങ്ങനെയൊക്കെ പറയുന്നത് ചിലവർ പറയുന്നുണ്ട്, നിങ്ങൾ ശുദ്ധ മലയാളം പറയൂ എന്ന്. നമ്മളൊക്കെ മലയാളികളല്ലേ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഈ അച്ചടി ഭാഷയൊന്നും അല്ലല്ലോ നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കയറി വരും. ഇപ്പം ഞാൻ നിങ്ങളോട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ അവരോട് എന്തെങ്കിലും ഒരു സംഭവം ഞാൻ നടന്നു പോയത് പറയുകയാണെങ്കിൽ ഞാൻ ഈ അച്ചടി ഭാഷ ഉപയോഗിച്ചല്ലല്ലോ പറയുന്നത്. നമ്മൾ എന്നും സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് ഈ സ്ഥിരം ഉപയോഗിക്കുന്ന ഓരോരോ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ വന്ന് പറയും. സാധാരണ നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങ് പറയുന്നതാണ്. സാധാരണ ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കഥ പറയാനും അത് അവതരിപ്പിക്കാനും ഒക്കെ വരുന്നത്. അല്ലാതെ ഈ അച്ചടി ഭാഷ കൊണ്ടുവന്ന് പറയണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ അച്ചടി ഭാഷ തപ്പി ഇനി പോകേണ്ടി വരും. നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്കത് കിട്ടത്തില്ലാതെ വരും. നമ്മളങ്ങനെ പറയുമ്പം ഇതിപ്പം എന്താ പറയുക, പച്ച മലയാളത്തിൽ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ ഇതാണ് പച്ച മലയാളം. ഈ അച്ചടി ഭാഷ എന്ന് പറയുന്നതാണ് നിങ്ങൾ പറയുന്ന പോലെ നല്ല വ്യക്തമായിട്ട് നല്ല സ്ഫുടമായിട്ട് പറയുക. ശരിയാണ്, അങ്ങനെ പറയുന്നവരും കാണുമായിരിക്കും. പക്ഷെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. ഷിനു ഇങ്ങനെയൊക്കെയാണ്, എന്ത് ചെയ്യാനേ, എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ നാവിൽ നിന്ന് വരത്തുള്ളൂ. പിന്നെ നമ്മൾ വൃത്തികേടോ അല്ലെങ്കിൽ പിന്നെ വേറെ നമ്മളെ ചരമായ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ അല്ലേ. അപ്പൊ ഏതായാലും ഞാൻ നിർത്തുക. ഇനിയിപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കുറേ അങ്ങ് പറയുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരക്കായിരിക്കും. പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയിട്ട് വരുന്നവർ കാണും. നോയമ്പൊക്കെ ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്നവരും വരുന്നവരും ഒക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നിരുന്ന് കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ വാചകം പഠിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.